സ്വാതന്ത്ര്യം കിട്ടിക്കഴിഞ്ഞപ്പോൾ ഒരു വട്ടം ആലോചിച്ചിട്ടില്ല നമ്മുടെ നേതാക്കന്മാർ. അവർ തീരുമാനിച്ചു ഇന്ത്യ ഒരു ജനാധിപത്യ മതേതര റിപ്പബ്ലിക് ആകണം എന്നുള്ളത്. അതിന്റെ അടിസ്ഥാനത്തിൽ ഭരണഘടന ഉണ്ടാകണം. ഇന്ത്യയിലെ പൌരന്മാർക്ക് പരമാധികാരം നൽകുന്ന അവരുടെ അവകാശങ്ങളെ പരിപൂർണമായും സംരക്ഷിക്കപ്പെടുന്ന ഒരു ഭരണഘടന. ലോകത്തിലെ പല ഭരണഘടനകളും എടുത്ത് പരിശോധിച്ച് നോക്കാം. നമ്മുടെ ഭരണഘടന അഭിമാനപൂർവ്വം പറയുന്നു, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും മഹാനായ അംബേദ്കർജിയും ഈ നാട് നൽകിയ ഭരണഘടന ലോകത്തിന് മുഴുവൻ മാതൃകയായ ഒരു ഭരണഘടനയാണ്. നമ്മൾ ഭരിക്കുമ്പോൾ ആ ഭരണഘടനയിൽ ഊന്നിയെന്നുകൊണ്ടുള്ള മുദ്രാവാക്യങ്ങളും പ്രവർത്തനങ്ങളുമാണ് നടത്തിക്കൊണ്ടിരുന്നത്. കഴിഞ്ഞ 11 വർഷക്കാലമായി ഈ ഭരണഘടന ഏറ്റവും തീവ്രമായ അക്രമത്തിന്റെ നടുവിൽ നിൽക്കുക. പൌരാവകാശങ്ങൾ ലംഘിക്കപ്പെടുകയാണ്. ഭരണഘടനാ തത്വങ്ങൾ പാലിക്കപ്പെടുന്നില്ല. നിങ്ങൾക്കെല്ലാവർക്കും അറിയാം, ഭരണഘടനാധിഷ്ഠിതമായിട്ടുള്ള ഏജൻസികൾ അതിനെ ഉപയോഗിച്ചുകൊണ്ട് ദുരുപയോഗിച്ചുകൊണ്ട് രാഷ്ട്രീയ പാർട്ടികളുടെ പ്രവർത്തനങ്ങളെ, സ്വതന്ത്രമായ പ്രവർത്തനങ്ങളെ ഇല്ലായ്മ ചെയ്യുകയാണ്. ഈ നാട്ടിലെ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് രാഷ്ട്രീയ പാർട്ടികളായാലും വ്യക്തികളായാലും അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ പറയാനുള്ള അവകാശം, അവർക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾ, അവർക്ക് നിലപാടുകൾ തുറന്നു പറയാനുള്ള അവകാശം അതിന്ന് ഈ രാജ്യത്തില്ല. സ്വതന്ത്രമായ നിലപാടില്ല എന്ന് മാത്രമല്ല, നിലപാടെടുക്കാൻ ആരെങ്കിലും തുനിഞ്ഞാൽ അവരെ വളഞ്ഞു പിടിച്ചാക്രമിച്ച് ഇല്ലാതാക്കുന്ന പ്രവണതയാണ് ഇന്ത്യ രാജ്യത്ത് കണ്ടുകൊണ്ടിരിക്കുന്നത്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എന്ന് പറയുന്നത് ED, അതൊരു സാമ്പത്തിക കുറ്റാന്വേഷണ ഏജൻസിയാണ്. രാജ്യത്തിലെ സമ്പദ്ഘടനയെ തകർക്കാൻ ആരെങ്കിലും ശ്രമിച്ചാൽ അതിനെതിരായി നിയമം നിർമ്മിക്കുക, അതിനെതിരായിട്ടുള്ള നടപടികൾ സ്വീകരിക്കാൻ ചുമതലപ്പെട്ട ഏജൻസിയാണ്. പക്ഷെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എന്ന് പറയുന്നത് ഇന്ന് BJPയും മോഡിയും അവരുടെ പാർട്ടി ഡിപ്പാർട്ട്മെന്റ് ആക്കി മാറ്റി അധപ്പതിച്ചിരിക്കുന്ന കാഴ്ചയാണ് ഈ രാജ്യത്ത് ഇപ്പോൾ കാണുന്നത്. നിങ്ങൾ എടുത്തു നോക്കണം, കഴിഞ്ഞ 10 വർഷക്കാലത്തിനിടയിൽ 193 കേസുകളാണ് ഇന്ത്യയിലെ പ്രതിപക്ഷ നേതാക്കന്മാർക്കെതിരെ മാത്രമായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചാർജ് ചെയ്തിരിക്കുന്നത്. 10 വർഷക്കാലത്തിനിടയിൽ 193 കേസുകൾ. ഈ 193 കേസിൽ 2 എണ്ണത്തിൽ മാത്രമാണ് അവർക്ക് കാതലായ തെളിവുണ്ടെന്ന് കണ്ട് ശിക്ഷിക്കാൻ കഴിഞ്ഞിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ 1% 100 കേസുകൾ ഉണ്ടാകുമ്പോൾ 1 കേസാണ് ശിക്ഷിക്കപ്പെടുന്നത്. അതിന്റെ അർത്ഥം ബാക്കി 99 കേസുകളും രാഷ്ട്രീയ പ്രതിയോഗികളെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഈ ഏജൻസികളെ ദുരുപയോഗം ചെയ്യുക എന്നുള്ളതാണ്. CBI അങ്ങനെ തന്നെയാണ്. ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിന്റെ ജോലി അതാണ്. എന്തിന് തെരഞ്ഞെടുപ്പ് കമ്മീഷനുകൾ പോലും നാട്ടിൽ നിഷ്പക്ഷവും നീതിപൂർവവുമായ തെരഞ്ഞെടുപ്പ് നടത്തേണ്ട തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പോലും ഈ നാട്ടിലെ നിഷ്പക്ഷമായ തെരഞ്ഞെടുപ്പ് നടത്താൻ കഴിയാത്ത വണ്ണമുള്ള സാഹചര്യത്തിലേക്ക് ഇന്ത്യയെ കൊണ്ടുപോകുന്ന കമ്മീഷനായി മാറ്റപ്പെടുകയാണ്. ഇത് ഉത്തരവാദിത്ത ബോധത്തോടു കൂടിയിട്ടാണ് കോൺഗ്രസ് പറഞ്ഞത്. ജനാധിപത്യത്തിന്റെ ഏറ്റവും മൂല്യഘടകങ്ങളായിട്ടുള്ള വോട്ടർ പട്ടികയിൽ പോലും അതിഭീകരമായ കൃത്രിമങ്ങൾ, അഡീഷൻ ആൻഡ് ഡിലീഷൻസ് ചോദ്യം ചെയ്താൽ നടപടിയില്ല. അപ്പൊ ജനാധിപത്യത്തിന്റെ എല്ലാ അവകാശങ്ങളെയും തകർക്കാൻ ശ്രമിക്കുന്ന, ഭരണഘടന പ്രദാനം ചെയ്യുന്ന എല്ലാ അവകാശങ്ങളെയും തകർക്കാൻ ഭരണഘടനയിലൂടെ വന്ന ഏജൻസികളെ ഉപയോഗിക്കുന്നു എന്നുള്ള കാഴ്ചയാണ് നമുക്ക് ഇന്ത്യ രാജ്യത്ത് കാണാൻ കഴിയുന്നത്. ബെൽഗാവി സമ്മേളനം ആ പ്രമേയമാണ് അവതരിപ്പിച്ചത്. മഹാത്മാഗാന്ധി കൊണ്ടുവന്ന ഇന്ത്യ രാജ്യം, ആ മഹത്തരമായ ജനാധിപത്യ രാജ്യം അതിതീവ്രമായ വെല്ലുവിളികളെ നേരിട്ടുകൊണ്ടിരിക്കുന്നു. നമ്മുടെ ഭരണഘടനയും നമ്മുടെ പൌരാവകാശങ്ങളെയും സ്വാതന്ത്ര്യത്തെയും തകർക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ഇതിനെല്ലാം ഉപരിയായിട്ട് ജനങ്ങളെ വിഭജിക്കാൻ എങ്ങനെ പറ്റും, അതിനുള്ള ഗവേഷണം ഓരോ ദിവസവും പുതിയ രീതിയിൽ നടത്തിക്കൊണ്ടിരിക്കുന്നു.
ഈ ഗവേഷണങ്ങൾ നിസ്സാരമല്ല. ഞാൻ നേരത്തെ പറഞ്ഞു, ഏജൻസികൾ ഇതേപോലെ തന്നെയാണ് ഇന്ത്യൻ പാർലമെന്റിനെയും. നിയമം നിർമ്മിക്കേണ്ട പാർലമെന്റ്, ഭൂരിപക്ഷമുള്ളവർ പാർലമെന്റിലെ നിയമം പാസാക്കും. പക്ഷെ പാർലമെന്റ് എന്ന് പറയുന്നത് ഭൂരിപക്ഷമുള്ള ഭരണകക്ഷിക്ക് മാത്രമുള്ളതല്ല. നമ്മുടെ പാർലമെന്ററി നിയമങ്ങളനുസരിച്ച്, കീഴ്വഴക്കങ്ങളനുസരിച്ച് പാർലമെന്റ് ഭരണപക്ഷത്തിനും പ്രതിപക്ഷത്തിനും ഒരുപോലെ അവകാശപ്പെട്ടതാണ്. കാരണം ഇന്ത്യയുടെ ജനങ്ങളെ രണ്ടുപേരും പ്രതിനിധാനം ചെയ്യുന്നു. പക്ഷെ ഇന്ത്യയിലെ പ്രതിപക്ഷത്തിന്റെ ശബ്ദങ്ങളെ തമസ്കരിക്കാൻ, തകർക്കാൻ ഏത് വിധേനയുമുള്ള ഇറങ്ങിപ്പുറപ്പെടാണവർ. നിയമങ്ങൾ നിർമ്മിക്കുന്നത് സുഹൃത്തുക്കളെ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവും ലാൽ ബഹദൂർ ശാസ്ത്രിയും ഇന്ദിരാഗാന്ധിയും രാജീവ് ഗാന്ധിയും ഒക്കെ ഭരിച്ച ഈ മഹത്ത രാജ്യം, അങ്ങനെ പ്രാമാണികന്മാരായിട്ടുള്ള പ്രധാനമന്ത്രിമാർ ഭരിച്ച ഈ രാജ്യം, ഒരുപാട് പ്രഗത്ഭവതികളായിട്ടുള്ള നേതാക്കന്മാർ ഭരണം കൈവാടിയ ഈ രാജ്യത്ത് അന്ന് രാജ്യത്ത് നിയമം നിർമ്മിക്കുന്നത്, സാധാരണ നിയമം നിർമ്മിക്കുന്നത്, നമ്മൾ പറയാറുണ്ട് ഭരണാധികാരികൾ രാജ്യത്ത് നിയമം നിർമ്മിക്കേണ്ടത് അവരുടെ ഹൃദയം കൊണ്ടായിരിക്കണം, അവരുടെ തലച്ചോറ് കൊണ്ടായിരിക്കരുത്. ഹൃദയം കൊണ്ട് നിർമ്മിക്കുമ്പോൾ മാത്രമേ അവിടെ സ്നേഹമുണ്ടാവൂ. ഓരോ നിയമത്തിന്റെയും മുന്നിൽ ആ നിയമം ഏറ്റവും ഒടുവിൽ എഫക്ട് ചെയ്യപ്പെടുന്ന ആളുകളെ കാണണം. ഒരു നിയമം നമ്മൾ നിർമ്മിക്കുമ്പോൾ ആ നിയമം മൂലം അത് ബാധിക്കപ്പെടുന്ന ഏറ്റവും ഒടുവിലത്തെ ജനക്യൂവിൽ നിൽക്കുന്ന കണ്ണി ആരാണോ ജനം, അവരെ കൂടി കണ്ടുകൊണ്ടായിരിക്കണം ഭരണാധികാരികൾ നിയമം നിർമ്മിക്കേണ്ടത്. അപ്പൊ ഹൃദയം കൊണ്ട് നിർമ്മിക്കുമ്പോൾ, ഹൃദയം കൊണ്ട് ആലോചിച്ച് നിർമ്മിക്കുമ്പോൾ ആ നിയമം സ്നേഹം കൊണ്ടുള്ള ഒരു കെട്ടുറപ്പായി മാറും. ഇത് നാഗ്പൂരിലെ തലച്ചോറല്ല ഇന്ത്യ രാജ്യത്ത് നിയമം ഉണ്ടാക്കേണ്ടത് എന്നുള്ള കാര്യമാണ് ഇന്ന് ഏറ്റവും പ്രസക്തമായിരിക്കുന്ന കാര്യം. പക്ഷെ ഇന്ന് നിർഭാഗ്യവശാൽ അതുകൊണ്ടാണ് വഖഫ് നിയമം പോലെയുള്ള നിയമങ്ങൾ ഈ രാജ്യത്ത് പാസ്സാക്കപ്പെടുന്നത്. ഇവിടെ എന്താ പ്രചരണം? രാജ്യത്തെ സ്വത്ത് മുഴുവൻ ഒരു പ്രത്യേക വിഭാഗത്തിനാണ്. നിങ്ങളുടെ സ്വത്ത് നാളെ കവർന്നെടുക്കും. ആരുടെ സ്വത്തും വേണമെങ്കിൽ വഖഫാക്കാം. ആരുടെ പ്രോപ്പർട്ടിയും, നിങ്ങളുടെ പ്രോപ്പർട്ടിയും എന്റെ പ്രോപ്പർട്ടിയും വഖഫാക്കാം. ബിജെപിയുടെയും സംഘപരിവാറിന്റെയും സമൂഹ മാധ്യമങ്ങൾ കഴിഞ്ഞ കുറെ നാളുകളായി പ്രചരിപ്പിക്കുന്ന കാര്യം അതായിരുന്നില്ലേ? ഈ ബില്ല് പാസ്സാക്കുന്നില്ലെങ്കിൽ നാളെ നിങ്ങളുടെ പ്രോപ്പർട്ടിയും വഖഫായി പ്രഖ്യാപിക്കാം. ആർക്കും സുരക്ഷിതമല്ല. ഹിന്ദു സമൂഹത്തിനിടയിൽ പോലും ഭീതിയുണ്ടാക്കി, ക്രൈസ്തവ സഹോദരന്മാരുടെ ഇടയിൽ പോലും ഭീതിയുണ്ടാക്കി ഈ നിയമം പാസാക്കി. ആ നിയമം നിങ്ങളുടെ തലച്ചോറിൽ നിന്ന് ഉത്ഭവിച്ചതാണ്. അത് ഈ രാജ്യത്ത് എന്തിനു വേണ്ടിയിട്ടായിരുന്നു നിയമം? അവിടെ ആർട്ടിക്കിൾ 26 എന്ന് പറഞ്ഞ നമ്മുടെ ഭരണഘടനയിലെ പ്രധാനപ്പെട്ട വകുപ്പാണ്. എനിക്ക് എന്റെ വിശ്വാസം, ഞാൻ എല്ലാ മാസവും ഗുരുവായൂർ പോയി പ്രാർത്ഥിക്കുന്ന ആളാണ്. അതെന്റെ വിശ്വാസമാണ്. എനിക്ക് വിശ്വസിക്കാൻ അവകാശമുണ്ട്. പക്ഷെ ഞാൻ വിശ്വസിക്കുന്ന വിശ്വാസം പറയുമ്പോൾ എന്റെ വിശ്വാസം എന്നെ പഠിപ്പിച്ചത് ലോകാസമസ്ത സുഖിനോ ഭവന്തു എന്ന് പറയുന്ന അടിസ്ഥാനപരമായിട്ടുള്ള പ്രത്യയശാസ്ത്രമാണ്. മുസ്ലിങ്ങൾ സഹോദരന്മാർ അവർ പള്ളിയിൽ പോയി പ്രാർത്ഥിക്കും, ക്രൈസ്തവ ദേവാലയങ്ങളിൽ പോയി ക്രൈസ്തവർ പ്രാർത്ഥിക്കും. ആർട്ടിക്കിൾ 26 അതാണ്. പ്രാർത്ഥിക്കുക മാത്രമല്ല, പ്രാർത്ഥനയുമായി ബന്ധപ്പെട്ട്, വിശ്വാസവുമായി ബന്ധപ്പെട്ട് ആ സമൂഹത്തിന് ആവശ്യമായിട്ടുള്ള സ്ഥാപനങ്ങൾ ഉണ്ടാക്കാൻ, ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കാൻ ഒക്കെയുള്ള അവകാശം കൊടുക്കുന്ന വകുപ്പാണ് ആ വകുപ്പ്. ഇന്ത്യൻ ഭരണഘടന നൽകിയ വകുപ്പ്. ആ വകുപ്പ് പൂർണ്ണമായി എതിർത്തുകൊണ്ടാണ് നമ്മൾ പാർലമെന്റിൽ ഞങ്ങൾ പ്രസംഗിച്ച് ചോദിച്ചു. അതിലെ പല ക്ലോസുകളും ഞാൻ എല്ലാം പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഒരു ക്ലോസ് മാത്രം, വഖഫ് അള്ളാഹുവിന്റെ പേരിൽ സമർപ്പിക്കപ്പെടുന്നതാണ് വഖഫ് പ്രോപ്പർട്ടിയായിട്ട് മാറുന്നത്. വിശ്വാസികൾ അങ്ങനെ മാറുന്ന പ്രോപ്പർട്ടി കൈകാര്യം ചെയ്യുന്ന വഖഫ് ബോർഡും വഖഫ് കൌൺസിലും അത് മുസ്ലിങ്ങളല്ലാത്തവർക്ക് ഭൂരിപക്ഷം കൊടുത്തിട്ടാണോ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്? അടിസ്ഥാനപരമായ ചോദ്യം. അങ്ങനെ പാടില്ലല്ലോ. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ ഇവിടുത്തെ ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള സ്വത്തുക്കളും ക്ഷേത്രകാര്യങ്ങളും കൈകാര്യം ചെയ്യാൻ ബോർഡിന് അധികാരമുണ്ട്. അതിലേതെങ്കിലും ഹിന്ദുവല്ലാത്ത ആളെ പെടുത്താൻ തീരുമാനിച്ചാൽ അതിനെ ആദ്യം എതിർക്കുന്നത് നമ്മളെല്ലാം ആയിരിക്കില്ലേ? അത് പാടില്ലല്ലോ.
അത് ഹിന്ദു വിശ്വാസം അനുസരിച്ച് നടക്കേണ്ട സ്ഥാപനങ്ങൾ ആ ഹിന്ദു വിശ്വാസത്തിലല്ലാത്തവർ വന്ന് നടത്തുമ്പോൾ അവിടെ ഉണ്ടാകുന്ന അനവസരങ്ങൾ ഉണ്ടാവും. ഇത് കണ്ടിട്ടാണ് നമ്മൾ കേരളത്തിൽ നിയമം പാസാക്കിയപ്പോൾ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. അത് ഇടതുപക്ഷവും ഭരണപക്ഷവും നമ്മൾ ഒന്നിച്ചു വന്നപ്പോൾ ഇവിടെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലേക്ക് MLA-മാരുടെ ഒരു പ്രതിനിധിയുണ്ട്. അതിൽ പ്രത്യേകം പറഞ്ഞിരിക്കുന്നത് ഹിന്ദു MLA-മാരുടെ പ്രതിനിധി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഹിന്ദു MLA നമ്മുടെ ഉള്ള കാലത്ത് വിശ്വാസമുള്ള ഹിന്ദു MLA-മാരായിരുന്നു UDF ആദ്യം കൊണ്ടുവന്ന നിയമം. മാർക്സിസ്റ്റുകാർ വന്നപ്പോൾ വിശ്വാസികളില്ലാത്തവർ കൂടുതലുള്ളതുകൊണ്ട് അകത്ത് വിശ്വാസം കള്ളത്തരമുണ്ടെങ്കിലും പുറത്തെ വിശ്വാസി അല്ലാതെ പ്രഖ്യാപിക്കുന്നത് കൊണ്ട് അവർക്ക് വോട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് അവര് മാറ്റിയതാണ് ഹിന്ദു എന്നുള്ളത്. പക്ഷെ അടിസ്ഥാനപരമായിട്ട് സ്പിരിറ്റ് ഒന്നാണ്, അത് ക്ലിയർ സ്പിരിറ്റാണ്. ഇത് ഞങ്ങൾ ചോദിച്ചു ലോക്സഭയിൽ. അന്തിമവിധി വന്നിട്ടില്ല കോടതിയിൽ. പക്ഷേ സുപ്രീം കോടതി ഇതേ ചോദ്യം അവരോട് ചോദിച്ചു. ഇത് പറയുന്ന നിങ്ങൾ ഏതെങ്കിലും മറ്റു സമുദായങ്ങളുടെ ഇത്തരം സമിതികളിൽ അന്യ സമുദായക്കാരെ പെടുത്തുമോ എന്ന ചോദ്യം, അതേ ചോദ്യം സുപ്രീം കോടതി ചോദിച്ചു. ഞാൻ പറഞ്ഞത് ഇത് ടാർഗറ്റഡ് ലെജിസ്ലേഷനാണ്. മുസ്ലിം സമൂഹത്തെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് അവരെ ഈ രാജ്യത്ത് നിന്നും ഒറ്റപ്പെടുത്തണം, അവരെ ഇല്ലാതാക്കണം, അതിനുവേണ്ടി നിയമമുണ്ടാക്കാൻ അവർക്കെതിരായിട്ട് വർഗീയത പ്രചരിപ്പിച്ച് വിഷം പ്രചരിപ്പിച്ച് ഹിന്ദുവിന്റെ മനസ്സിൽ ഇല്ലാത്ത പകയും വിദ്വേഷവും ഉണ്ടാക്കി കലാപത്തിന്റെ അന്തരീക്ഷം ഉണ്ടാക്കണം. ഹിന്ദു മുസ്ലിമിനും കണ്ടാൽ മിണ്ടാൻ പാടില്ല, ഹിന്ദു മുസ്ലിമിനും കണ്ടാൽ സ്നേഹിക്കാൻ പാടില്ല, അവന് വെറുപ്പിന്റെ കമ്പോളത്തിൽ മാത്രം നിലനിർത്തണം എന്നുള്ള ആശയത്തിന്റെ ആ ഒരു തലച്ചോറാണ് വഖഫ് ബില്ല്. ഞങ്ങളന്ന് പറഞ്ഞു. അന്നെന്താ പറഞ്ഞത്? അമിത്ഷാ പ്രസംഗിച്ചു പാർലമെന്റില്. ഞങ്ങൾക്കോട് മുഖത്തോട് മുഖം നോക്കി ഞങ്ങൾ സംസാരിച്ചതാണ് അന്ന് ആ ദിവസം. അമിത്ഷാ പ്രസംഗിച്ചു. ഇത് നടപ്പിലാക്കിയ ഞങ്ങൾ നടപ്പിലാക്കുന്ന മുനമ്പത്തെ പാവപ്പെട്ടവരെയും കൂടെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. കിരൺ റിജുവും പ്രസംഗിച്ചു പാർലമെന്റിൽ. അതേ കിരൺ റിജു മുനമ്പത്ത് വന്ന് പറഞ്ഞു, ഉറങ്ങാൻ കള്ള് വീണ്ടും കുടിക്കണം വേറെ. അതായത് ഈ നിയമം കൊണ്ട് മുനമ്പത്തേക്ക് പ്രശ്നം തീർക്കുകയില്ല, അത് നിയമപരമായി പോകണമെന്ന് അതേ കിരൺ റിജു എന്ന് പറഞ്ഞു. മുനമ്പം കാര്യത്തിൽ ഇരിക്കുന്ന നേതാക്കന്മാരെല്ലാം ഒറ്റ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. മുനമ്പത്തെ പാവപ്പെട്ട ജനങ്ങളോടൊപ്പമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്, ഏതറ്റം വരെയും ഞങ്ങൾ പോകുമെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അവരെ കബളിപ്പിച്ച്, അവരെ തെറ്റിദ്ധരിപ്പിച്ച്, അവരിൽ മുസ്ലിം വിരോധം കൊത്തിവെപ്പിച്ച് ക്രിസ്ത്യാനിയും മുസ്ലിമും തമ്മിൽ തമ്മിലടിപ്പിക്കാനുള്ള ഗവേഷണം നടത്തി അത് കുത്തിവെപ്പിച്ച് വഖഫ് ബില്ല് പാസാക്കിയാൽ നിങ്ങൾ രക്ഷപ്പെടുമെന്ന് ബോധ്യപ്പെടുത്തി അവരെ മുഴുവൻ തെറ്റിദ്ധരിപ്പിച്ച ജോലി അമിത്ഷായും കിരൺ റിജുവും ചെയ്തതാ. അന്ന് തന്നെ വഖഫ് ബില്ല് പാസാക്കിയ അന്ന് തന്നെ ഓർഗനൈസറിൽ ലേഖനം വരുന്നു. അതായത് വഖഫ് ബില്ലില് മുസ്ലിങ്ങൾക്ക് എത്ര സ്വത്തുണ്ടോ അതിനേക്കാൾ കൂടുതൽ സ്വത്തുള്ളത് ക്രൈസ്തവ സ്ഥാപനങ്ങൾക്കാണ്. അത് അന്നത്തെ ലേഖനമല്ല. 2021 ജൂണിലാണ് ഓർഗനൈസർ അത്തരമൊരു ലേഖനം എഴുതിയത്. അതായത് വഖഫ് നിയമത്തിന്റെ ചർച്ച തുടങ്ങുന്നതിന് എത്രയോ മുൻപ് തന്നെ അത്തരമൊരു ലേഖനം ഓർഗനൈസറിൽ വന്നിരുന്നു. പക്ഷെ കേരളം കണ്ണുവെച്ചിങ്ങനെ നിൽക്കുന്നതുകൊണ്ട്, നമ്മൾ എമ്പുരാനിൽ പറയുന്നത് പോലെ കേരളത്തിലേക്കുള്ള ഒരു കണ്ണിങ്ങനെ കിടക്കുന്നത് കൊണ്ട് ആ കണ്ണിന്റെ പുറത്ത് ക്രിസ്ത്യാനികളുടെയൊക്കെ രണ്ടാമത്തേക്ക് മാറ്റി. ഫസ്റ്റ് ടാർഗറ്റ് മുസ്ലിമാക്കി മാറ്റി. അതുകൊണ്ടാണ് വഖഫ് ബില്ല് കൊണ്ടുവന്നത്. പിന്നെ രാഹുൽ ഗാന്ധി അടക്കം ശക്തമായ പ്രതിഷേധം ഉയർത്തിയപ്പോഴാണ് ഓർഗനൈസർ ആ ലേഖനം പിൻവലിച്ച് തടിയൂരുന്നത്. പക്ഷെ ആ ലേഖനം അന്നത്തെ ലേഖനമല്ല, അത് 2021 ലേഖനമാണ്. അവർ കണക്കെടുത്തിട്ടുണ്ട് ഇതിന്റെയൊക്കെ എന്നാ പറയുന്നത്. അപ്പോ സത്യത്തിൽ എന്താണ്? ഭരണഘടനയ്ക്കെതിരായിട്ടുള്ള കടന്നാക്രമണം, ഭരണഘടന വിഭാവനം ചെയ്യുന്ന ന്യൂനപക്ഷ സംരക്ഷണങ്ങൾക്കെതിരായിട്ടുള്ള ഏറ്റവും ശക്തമായ കടന്നാക്രമണമാണ്. ഇവിടെ കോൺഗ്രസിന് ഒറ്റ നിലപാടേ ഉള്ളൂ സ്നേഹിതന്മാരെ. കോൺഗ്രസിന്റെ നിലപാട് വ്യക്തമാണ്. ഇന്ത്യ രാജ്യത്തിന്റെ സമ്മിശ്ര സാഹചര്യം മനസ്സിലാക്കിക്കൊണ്ട് ഇവിടെ ഹിന്ദുവും മുസൽമാനും ക്രിസ്ത്യാനിയും സിഖും പാഴ്സിയും നായരും ഈഴവനും നമ്പൂതിരിയും ദളിതനും എല്ലാ സമൂഹമുള്ള രാജ്യമാണ് ഇന്ത്യ രാജ്യം. എണ്ണിയാൽ ഒടുങ്ങാത്ത ജാതിയും മതങ്ങളുമുള്ള രാജ്യം. ഇവിടെ എല്ലാ മതങ്ങൾക്കും ഒരുപോലെ സ്ഥാനം കൊടുക്കുന്ന പാർട്ടിയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് ഞങ്ങൾ ഉറപ്പിച്ചു പറയും. അതുകൊണ്ട് ആരാക്രമിക്കാൻ നിങ്ങൾ ശ്രമിച്ചാലും അവരോടൊപ്പം ഞങ്ങളുണ്ടാവും. ഇന്ന് മുസ്ലിങ്ങളെ ആക്രമിക്കുമ്പോൾ അവരെ സംരക്ഷിക്കാൻ കോൺഗ്രസ് ഉണ്ടാവും.
നാളെ ക്രൈസ്തവരെ ആക്രമിച്ചാലും ഹിന്ദുവിനെ ആക്രമിച്ചാലും ദളിതനെ ആക്രമിച്ചാലും പിന്നോക്കക്കാരനെ ആക്രമിച്ചാലും അവരെ സംരക്ഷിക്കാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ത് വില കൊടുത്തുമുണ്ടാകും എന്നാണ് ഞങ്ങൾ ഈ സമ്മേളനങ്ങളിലൂടെ പറയുന്നത്. അങ്ങനെ പോകാമേ. ഇപ്പോ ചർച്ച എന്താണ്? കഴിഞ്ഞ 2 ആഴ്ചയായിട്ട് TV തുറക്കാൻ പറ്റില്ല. തുറന്നു കുറഞ്ഞാൽ വെടിപൊട്ടുന്ന ഒച്ചയാണ്. ഈ വെടി പൊട്ടുന്നത് നോക്കുമ്പോൾ നമ്മൾ വിചാരിക്കും പാകിസ്ഥാനെതിരായിട്ടാണ് വെടി പൊട്ടിയത്. അല്ല, നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെയും വെടി അങ്ങനെ പൊട്ടിക്കൊണ്ടേയിരിക്കുന്നു. ഇന്ന് ആക്രമിക്കും, നാളെ ആക്രമിക്കും, മറ്റന്നാൾ ആക്രമിക്കും, വെറുതെ വിടില്ല, വേരോടെ പിഴുതെറിയും. ആൺകുട്ടികൾ ഈ രാജ്യത്ത് ഭരിച്ചിരുന്നു. പാകിസ്ഥാൻ ഒരക്ഷരം മിണ്ടിയപ്പോ പാകിസ്ഥാന് ഒരു കാലത്ത് പിന്നെ കുറെ കാലത്തേക്ക് ചിന്തിക്കാൻ പോലും വക നൽകാതെ അവർക്ക് ചുട്ട മറുപടി കൊടുത്ത ഇന്ദിരാഗാന്ധിയുടെ പാർട്ടിയാണ് ഈ പറയുന്നത്. അമേരിക്കയോട് പോലും 5ാം കപ്പൽപ്പട ഇങ്ങോട്ട് വരാൻ തീരുമാനിച്ചപ്പോൾ ഇന്ത്യ അറിഞ്ഞു വന്നിട്ടില്ലെങ്കിൽ അതിന്റെ ഭവിഷ്യത്ത് അമേരിക്ക അറിയേണ്ടി വരുമെന്ന് പ്രഖ്യാപിച്ച് അതിനെ വരാൻ സമ്മതിക്കാത്ത ഇന്ദിരാഗാന്ധിയുടെ പാർട്ടിയാണ് പറയുന്നത്. ഞങ്ങൾ ഈ യുദ്ധമുണ്ടായപ്പോൾ ഞാനന്ന് ശ്രീനഗറിലുണ്ട് സഹോദരന്മാരെ, ഞാനന്ന് ശ്രീനഗറിലുണ്ട്. പിന്നെ ജമ്മു കാശ്മീരിലെ ചീഫ് സെക്രട്ടറി ഞങ്ങളുടെ പബ്ലിക് അക്കൌണ്ട്സ് കമ്മിറ്റി യോഗത്തിലുണ്ടായിരുന്നു. ആ യോഗത്തിൽ അദ്ദേഹം ഉണ്ട്. അദ്ദേഹം ഓടി വന്ന് എന്നോട് വന്ന് പറഞ്ഞു, സാർ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്, വിവരം കിട്ടിയിട്ടുണ്ട്, എനിക്ക് പോയേ പറ്റുള്ളൂ. നമ്മൾ ഉടൻ പോകണം. അറിയുന്നത് ആദ്യം ഒരാൾ മരിച്ചു എന്നാണ്, പിന്നീട് അറിയുന്നത് 26 പേര് മരിച്ചു. നിങ്ങൾ ഓർക്കണം, 2008 മുംബൈ കലാപം ഉണ്ടായി, മുംബൈ ഭീകരാക്രമണം ഉണ്ടായി. 2008 മുംബൈ ഭീകരാക്രമണം ഉണ്ടായി. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന ഒരു വീഡിയോ ഉണ്ട്. അന്നത്തെ ഗുജറാത്ത് മുഖ്യമന്ത്രിയുടെ പ്രസംഗം. അന്ന് ഗുജറാത്ത് മുഖ്യമന്ത്രിയുടെ പ്രസംഗം എന്തായിരുന്നു? അതിർത്തി മിസ്റ്റർ മൻമോഹൻ സിംഗ് ജി, അതിർത്തി നിങ്ങളുടെ കയ്യിലാണ്, ഇന്ത്യൻ സേന നിങ്ങളുടെ കയ്യിലാണ്, അധികാരം നിങ്ങളുടെ കയ്യിലാണ്. നിങ്ങൾക്ക് എന്തേ പാകിസ്ഥാന്റെ മുന്നിൽ ഇങ്ങനെ മുട്ടുവറക്കുന്നത് എന്നാണ് അന്ന് ഇത് ബോംബെ ഭീകരാക്രമണം നടന്ന് 2ാമത്തെ ദിവസമാണ് ഗുജറാത്ത് മുഖ്യമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രസംഗം. ഇപ്പോഴും നിങ്ങൾക്ക് പരിശോധിക്കാം. അന്ന് കോൺഗ്രസിലെ പ്രതിക്കൂട്ടിൽ അവർ നിർത്തി. ആഭ്യന്തരമന്ത്രിക്ക് രാജിവെക്കേണ്ടി വന്നു. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കണം, പഹൽഗാം എന്ന് പറയുന്ന ഇന്ത്യയിലെ ഏറ്റവും സുന്ദരമായ ലോകത്തിലെ ഏറ്റവും സുന്ദരമായ പ്രദേശം. ആരാണ് പറഞ്ഞത് അവരോട്? കശ്മീർ ഭദ്രമാണ്, കാശ്മീർ സുരക്ഷിതമാണ്, കശ്മീരിലേക്ക് വരൂ, സന്ദർശിക്കൂ, ഇവിടെ ഞങ്ങൾ തീവ്രവാദമെല്ലാം അടിച്ചമർത്തി. ആരാണ് പറഞ്ഞത്? ഇന്ത്യ ഗവൺമെന്റ്. അവരങ്ങ് പോയി. ഇത്രയും ആളുകൾ പോകുമ്പോൾ അവർക്ക് സുരക്ഷ ഉണ്ടാവും. ഈ കാര്യങ്ങളൊന്നും ഞങ്ങളിപ്പോൾ കൃത്യമായി ചോദിച്ചിട്ടില്ല. ഞങ്ങൾ ചോദിക്കാതെ ഇത് 15 ദിവസം കഴിയുന്നു. ചോദ്യങ്ങളുണ്ട്, പക്ഷെ ചോദ്യം ചോദിക്കാനല്ല കോൺഗ്രസ് നിന്നത്. സംഭവം ഉണ്ടായ ഉടൻ തന്നെ അമേരിക്കയിലായിരുന്ന രാഹുൽ ഗാന്ധി ക്യാൻസൽ ചെയ്ത് കശ്മീരിലേക്ക് എത്തി. കോൺഗ്രസിന്റെ പ്രവർത്തക സമിതി 24 മണിക്കൂറിനകം കൂടി പ്രമേയം പാസാക്കി പറഞ്ഞു, ഞങ്ങൾ രാജ്യത്തോടൊപ്പമാണ്. പാകിസ്ഥാനെ ഒരു പാഠം പഠിപ്പിക്കാൻ ഇന്ത്യ രാജ്യത്തോടൊപ്പമാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്, ഇന്ത്യ മുന്നണിയും പറഞ്ഞു. ക്ലീൻ ചെക്ക് കൊടുത്തു. ക്ലീൻ ചെക്ക് നടപടിയെടുക്കാൻ പറഞ്ഞു. നടപടിയെടുക്കാൻ ആവശ്യപ്പെട്ടു. ഓൾ പാർട്ടി മീറ്റിംഗ് വിളിക്കാൻ പറഞ്ഞു. ഓൾ പാർട്ടി മീറ്റിംഗ് വിളിച്ചു. അവിടെ ഉണ്ടായ കാര്യങ്ങളെല്ലാം ഞാനിപ്പോ പുറത്തു പറയുന്നില്ല. നമ്മളെല്ലാം ഞെട്ടിപ്പിക്കുന്ന കാര്യങ്ങളാണ് അവിടെ ഉദ്യോഗസ്ഥന്മാർ തന്നെ പറഞ്ഞത്. പക്ഷെ ഞങ്ങളൊന്നും പറഞ്ഞില്ല. അവിടെയും നിലപാടെടുത്തു. കോൺഗ്രസ് പ്രസിഡന്റും എടുത്തു, പ്രതിപക്ഷ നേതാവും എടുത്തു. ഞങ്ങൾ നിങ്ങളോടൊപ്പമാണ്. പാകിസ്ഥാനെ ഇനി ഇങ്ങനെ വിടാൻ പറ്റില്ല, നടപടി വേണം. നിരപരാധികളായിട്ടുള്ള ഇന്ത്യക്കാരുടെ ചോരയ്ക്ക് പ്രതികാരമുണ്ടാകണം. ഇപ്പൊ 15 ദിവസം കഴിഞ്ഞിട്ടും നിങ്ങളുടെ മൈക്കിലൂടെയുള്ള ഭീഷണിയും പൊതുയോഗത്തിലുള്ള ഭീഷണിയും അല്ലാതെ എന്തേ കാര്യങ്ങൾ നടക്കാത്ത. അതുകൊണ്ട് ഇന്ത്യ രാജ്യം ഈസ് വെയിറ്റിംഗ് ഫോർ എൻ ആക്ഷൻ ഫ്രം യു പ്രൈം മിനിസ്റ്റർ മിസ്റ്റർ മോദി. നിങ്ങളുടെ വാക്കുകൊണ്ടുള്ള വെല്ലുവിളി അല്ല,
പ്രവൃത്തി കൊണ്ടുള്ള നടപടിയാണ് ഈ രാജ്യം ആഗ്രഹിക്കുന്നത്. കോൺഗ്രസും ഇന്ത്യ മുന്നണിയും നിങ്ങളോടൊപ്പമാണ് പാകിസ്ഥാനെ പാഠം പഠിപ്പിക്കാൻ. നിങ്ങൾക്ക് 54 ഇഞ്ച് നെഞ്ചൊക്കെ ഉണ്ടല്ലോ, 54 ഇഞ്ച്. അപ്പൊ അതൊന്ന് കാണിക്കുക, ഞങ്ങൾ നിങ്ങളുടെ കൂടെ ഉണ്ട്. ഇതാണ് ദേശസുരക്ഷയെക്കുറിച്ച് ഞങ്ങൾക്ക് പറയാനുള്ളത്. കോൺഗ്രസിന് അതിനൊരു മടിയുമില്ല. മോഡി ഭരിക്കുന്നതുകൊണ്ട് കുത്തിപ്പാണ്ടാക്കാനൊന്നും ഞങ്ങളില്ല. പക്ഷെ ചോദ്യങ്ങൾ ചോദിക്കും. നമ്മൾ ഇതുണ്ടായ സാഹചര്യം ചോദിക്കും. ആ ചോദ്യങ്ങൾ കൃത്യമായി നമ്മുടെ മനസ്സിലുണ്ട്. അതിന് എണ്ണി എണ്ണി മറുപടി പറയേണ്ടി വരും ശ്രീ നരേന്ദ്രമോദി. പക്ഷെ ഇപ്പൊ രാജ്യം ഒറ്റക്കെട്ടായി നിൽക്കണം. അതുകൊണ്ട് രാജ്യത്തിന്റെ കൂടെ നിൽക്കും. ഇപ്പൊ ഇവിടെ പുതിയ സാഹചര്യം, കാസ്റ്റ് സെൻസസ് പ്രഖ്യാപിച്ചു. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, 2024 നരേന്ദ്രമോദിയുടെ ഒരു പത്രസമ്മേളനം. ഈ കാസ്റ്റ് സെൻസസ് എന്ന് പറഞ്ഞ് ആവശ്യപ്പെടുന്നതെല്ലാം അർബൻ നെക്സൽസ് ആണെന്നാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി പറഞ്ഞത്. അർബൻ നെക്സൽസ്, അത് ഉപയോഗിച്ച് വാചകമാണ്. അർബൻ നെക്സൽസ്. ഇന്ത്യയിൽ 4 ജാതിയേ ഉള്ളൂ. ഒന്ന് സ്ത്രീ, മറ്റൊന്ന് യൂത്ത്, മറ്റൊന്ന് ഫാർമർ, മറ്റൊന്ന് പൂവർ. ഈ 4 ജാതിയേ ഇന്ത്യയിലുള്ളൂ. ഇത് പറഞ്ഞതും നരേന്ദ്രമോദി തന്നെയാണ്. സുപ്രീം കോടതി അഭിലപിച്ചു കൊടുത്തു ഇന്ത്യ ഗവൺമെന്റ്. ഞങ്ങൾ കാസ്റ്റ് സെൻസസ് SC/ST ഒഴിച്ച് മറ്റു സമൂഹങ്ങളെ കാസ്റ്റ് സെൻസസിനകത്ത് എന്യൂമറേറ്റ് ചെയ്യാൻ ഇപ്പോൾ ഉദ്ദേശിക്കുന്നില്ല എന്നുള്ള അഫിഡവിറ്റ് 2024 കേന്ദ്ര ഗവൺമെന്റിനോട്. ഇപ്പൊ പൊടുന്നനെ 2025 ഒരു സുപ്രഭാതത്തിൽ കാസ്റ്റ് സെൻസസ് പ്രഖ്യാപിക്കാൻ തീരുമാനിച്ചു. വളരെ സന്തോഷം. ഞങ്ങളുടെ നേതാവ് രാഹുൽ ഗാന്ധി പാർലമെന്റിൽ കാസ്റ്റ് സെൻസസ് എന്നൊന്ന് പറഞ്ഞാൽ പരിഹാസം, വോഗോവിളി. അദ്ദേഹത്തിന്റെ പ്രസംഗം പൂർത്തിയാക്കാതിരിക്കാൻ BJPയുടെ ബെഞ്ചുകളിൽ നടത്തിയിരിക്കുന്ന എല്ലാം സാക്ഷിയായിട്ട് പാർലമെന്റുണ്ട്. അദ്ദേഹം ഈ കന്യാകുമാരി മുതൽ കശ്മീർ വരെ ഭാരത് ജോഡോ യാത്ര നടത്തി. മണിപ്പൂർ മുതൽ മുംബൈ വരെ ഭാരത് ജോഡോ ന്യായ് യാത്ര നടത്തി. കോടിക്കണക്കിന് ജനങ്ങൾ അണിനിരുന്ന യാത്രയിൽ എല്ലായിടത്തും അദ്ദേഹം പറഞ്ഞു, ഇന്ത്യയിൽ സാമുദായിക സമത്വ ഉണ്ടാകണം. ഇന്ത്യ രാജ്യത്തിന്റെ വരുമാനം ചെലവഴിക്കപ്പെടുന്നത്, ഇന്ത്യ രാജ്യത്തിന്റെ സമ്പത്ത് ചെലവഴിക്കപ്പെടുന്നത് ജനസംഖ്യാനുപാതികമായിരിക്കണം ഓരോ സമൂഹത്തിനും എന്നുള്ള വ്യക്തമായ ആശയങ്ങൾ അദ്ദേഹം മുന്നോട്ട് വെച്ചു. അന്ന് അതിനെ എതിർത്തവർ, കളിയാക്കിയവർ, പുച്ഛിച്ചു തള്ളിയവർ ഇപ്പൊ പറയുന്നു കാസ്റ്റ് സെൻസസ്. സന്തോഷമുണ്ട്. കോൺഗ്രസ് പാർട്ടിയും ശ്രീ രാഹുൽ ഗാന്ധിയും കഴിഞ്ഞ 4-5 കൊല്ലക്കാലമായി നിരന്തരമായി ഉന്നയിക്കുന്ന ആവശ്യം അവസാനം നരേന്ദ്രമോദിക്ക് അംഗീകരിക്കണമെന്നുണ്ടെങ്കിൽ അത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ വിജയമാണ് എന്നുള്ള കാര്യം ഉറക്കെ പറയാൻ ആഗ്രഹിക്കുന്നു. പക്ഷേ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, വനിതാ സംവരണ ബില്ല് പ്രഖ്യാപിച്ചിട്ട് 23 വനിതകൾക്ക് സംവരണ ബില്ല്. നമ്മുടെ സഹോദരിമാരെല്ലാം കാത്തിരിക്കുകയാണ്, എന്നാ ഈ ബില്ല് വരിക. രാജ്യം കാത്തിരിക്കുകയാണ്. ഇത് 25 2 കൊല്ലം കഴിഞ്ഞു. ഒരാഴ്ച ഒരു ചെറിയ നടപടി പോലും ഉണ്ടായിട്ടില്ല. അതുപോലെ ആണോ ഇതും? പ്രഖ്യാപിച്ച മാത്രം പോരാ. 2021 സെൻസസ് 4.5 കൊല്ലം വൈകി. 2021 നടത്തുന്ന സെൻസസ് 2024 നടത്തിയില്ല. ഇനി ഇത് എത്ര കാലം വൈകും? എന്താണ് നടപടി? ഞങ്ങൾക്ക് ടൈം ഫ്രെയിം വേണം, ടൈം ലൈൻ വേണം. സമയബന്ധിതമായി പരിപാടി നടപ്പിലാക്കുന്നതിന്റെ പട്ടിക പുറത്തു വേണം. റിസർവേഷന്റെ പാറ്റേൺ മാറ്റണം. ഇത് വരുമ്പോ ഇത് ഈ രാജ്യത്തിലെ ജനങ്ങൾക്ക് വേണ്ടി കോൺഗ്രസ് ഉയർത്തുന്ന മുദ്രാവാക്യമാണ്. ഞാൻ പറഞ്ഞു വന്നത്, ഭരണഘടനയ്ക്കെതിരായിട്ടുള്ള ആക്രമണം നടക്കുമ്പോൾ ഭരണഘടന അനുശാസിക്കുന്ന ജനങ്ങൾക്ക് രക്ഷ കിട്ടണം. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഇത് പറയുമ്പോൾ നമ്മുടെ കേരളത്തിലെ ഗവൺമെന്റും ഭരണഘടനയെ മുഴുവൻ കാറ്റിൽ പറത്തുകയാണ്. അത് അവിടെ നരേന്ദ്രമോദിക്കെതിരെ പ്രസംഗിക്കും. ഇവിടെയും ഭരണഘടന എങ്ങനെയൊക്കെ ലംഘിക്കാൻ പറ്റുമോ അത് ലംഘിക്കാനുള്ള ധൃതിയിലാണ് കേരളത്തിലെ പിണറായി വിജയൻ സർക്കാർ എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഏറ്റവും ഒടുവിൽ വേടനെതിരായി നടന്ന ആക്രമണം, അദ്ദേഹം മയക്കുമരുന്ന് ഉപയോഗിക്കുന്നുണ്ട്, നിയമത്തിന്റെ പരിധി കൊണ്ടുവരണം. മയക്കുമരുന്നിനൊന്നും ഞങ്ങൾ ആരും പ്രോത്സാഹിപ്പിക്കാനില്ല. പക്ഷെ അദ്ദേഹത്തിനെതിരെ എടുത്ത നടപടി കേരളത്തിലെ സമൂഹത്തിൽ നൽകുന്ന സന്ദേശം എന്താണ്? ഇത് വേടൻ ഒറ്റക്കല്ലല്ലോ. അട്ടപ്പാടിയിലെ മധു എങ്ങനെയാ മരിച്ചത്? ഭക്ഷണം കിട്ടാനില്ലാതെ,
വിശന്ന് കിടക്കുന്ന ഒരു സാധാരണക്കാരായ ദളിത് യുവാവ് അവസാനം ഭക്ഷണം കിട്ടാൻ വേണ്ടി കരഞ്ഞു പറഞ്ഞു ഒന്ന് ഭക്ഷണം എടുത്തു മോഷ്ടിച്ച പേരിലാണ് ഒരു നേരത്തെ ആഹാരം കഴിക്കാൻ വേണ്ടി ഒന്ന് ഭക്ഷണം എടുത്തു പോയി കഴിച്ചു എന്നതിന്റെ പേരിലാണ് പാവപ്പെട്ട മധു. പോലീസുകാരൻ കൈകാര്യം ചെയ്ത് കൊന്ന വിനായകന്റെ സ്ഥിതി എന്തായിരുന്നു? മിസ്റ്റർ പിണറായി, എന്ത് വ്യത്യാസമാണ് നിങ്ങളും നരേന്ദ്രമോദിയും തമ്മിൽ ദളിത് സമൂഹത്തെ കൈകാര്യം ചെയ്യുന്നതിൽ? കാസ്റ്റ് സെൻസസ് ഇന്ന് പറഞ്ഞിട്ടുണ്ട്, കഴിഞ്ഞ ഇതുവരെയായിട്ട് ഒരു അക്ഷരം പിടിക്കില്ല. ഞങ്ങളുടെ ഗവൺമെന്റ് അഭിപ്രായത്തിൽ പറയാം, കർണാടകയും ഞങ്ങളുടെ ഗവൺമെന്റ് തെലങ്കാനയും ഇത് പാസാക്കി സെൻസസ് തെലങ്കാനയിൽ നടപ്പിലാക്കി. പിണറായി ഇപ്പൊ പറയുന്നത് ആത്മാർത്ഥതയോടെയാണോ? നിങ്ങളുടെ മനസ്സിപ്പോ നിയന്ത്രിക്കുന്നത് ആരാ? പാർട്ട്ണർമാർ, പുതിയ പാർട്ട്ണർമാരില്ലേ പിണറായിക്ക്? ഏറ്റവും വലിയ പാർട്ട്ണർ അദാനിയല്ലേ ഇപ്പൊ പാർട്ട്ണർ? പിണറായി വിജയന്റെ യഥാർത്ഥ പാർട്ട്ണർ അദാനിയല്ലേ? ആ കോർപ്പറേറ്റ് സംസ്കാരത്തിന്റെ ഏറ്റവും വലിയ ഭാഗമല്ലേ കേരളത്തിലെ കമ്മ്യൂണിസം? ഞാൻ പറഞ്ഞു വന്നത് ഈ വേടന്റെ കാര്യത്തിൽ തന്നെ, കേസിൽ തന്നെ ഒരു നല്ല ഗായകൻ ഈ സമൂഹത്തിൽ അറിയപ്പെടുന്ന ആൾ, അദ്ദേഹത്തിന് പോരായ്മകളുണ്ടെങ്കിൽ അദ്ദേഹം സമ്മതിച്ചിട്ടുണ്ട്, അത് തിരുത്താൻ അദ്ദേഹം തയ്യാറാണെന്ന് പറഞ്ഞാൽ അത് തിരുത്തി അദ്ദേഹത്തെ കൊണ്ടുവന്ന് അദ്ദേഹത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിന് പകരം അദ്ദേഹത്തെ ഒറ്റതിരിഞ്ഞ് ആക്രമിക്കുന്നു. ഇതിന് മുൻപ് ഇതുപോലെ കുറ്റം ചെയ്ത ഒരുപാട് പേരുണ്ടായിരുന്നു, ഞാൻ ഇതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല. അപ്പൊ നിങ്ങളുടെ നിലപാടല്ലേ? എന്തിനേറെ പറയുന്നു, കുടിക്കുന്നതിനടിക്കുക പറഞ്ഞ ഒരുപാട് കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. കേരളത്തിൽ ഞാൻ അഭിമാനത്തോടെ പറയാറുണ്ട്, പട്ടികജാതി വകുപ്പിന്റെ ഒരു മന്ത്രി വകുപ്പ് കൊടുത്ത് പട്ടികജാതി വകുപ്പ് സ്വന്തം കൈയേൽപ്പിച്ച ശ്രീ കെ കരുണാകരന്റെ പാർട്ടിയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. ഇപ്പം കഴിഞ്ഞ കുറെ നാളായിട്ട് ഒരു വർഷമായി പട്ടികജാതി വകുപ്പിന്റെ ആ സമൂഹത്തിൽപ്പെട്ടൊരു മന്ത്രി പോലും കേരള ക്യാബിനറ്റിലില്ല. ആരും ചോദിക്കുന്നില്ല. കേരളത്തിൽ കോൺഗ്രസ് ഭരിക്കുന്നുണ്ടായിരുന്നെങ്കിൽ, UDF ഭരിച്ചിരുന്നെങ്കിൽ എന്തായിരിക്കും ചോദ്യങ്ങൾ? ആരും ചോദിക്കുന്നില്ല. ഭരണഘടനയെ തകർക്കാൻ, അവകാശങ്ങളെ ലംഘിക്കാൻ നരേന്ദ്രമോദിക്ക് പഠിക്കുന്ന പിണറായിയും ഒരേ ഭാഷയിൽ തന്നെയാണ്. നമ്മുടെ ഒറ്റ ലക്ഷ്യം, എന്ത് വില കൊടുത്തും യാത്ര ദുഷ്കരമായിരിക്കും, മുള്ളു നിറഞ്ഞതായിരിക്കും പാത, ഒരുപാട് വെല്ലുവിളികളുണ്ടാകും, നേരിടേണ്ടി വരും. പക്ഷേ ഞങ്ങളുടെ സിരകളിൽ ചോരയുള്ളിടത്തോളം കാലം ഈ നാടിന്, ഈ ഭരണഘടനയെ സംരക്ഷിക്കാൻ വേണ്ടിയുള്ള അത്യുജ്വലമായ പോരാട്ടവുമായി മുകളിലും താഴെയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പോരാടുക തന്നെ ചെയ്യും. സംശയം വേണ്ട. അത് പിണറായിക്കെതിരാണെങ്കിലും നരേന്ദ്രമോദിക്കെതിരാണെങ്കിലും. അതിന്റെ ഭാഗമാണ് സംവിധാൻ ബച്ചാവോ സംസ്ഥാനങ്ങളിൽ, ജില്ലകളിൽ, നിയോജക മണ്ഡലങ്ങളിൽ വ്യാപകമായ പ്രചരണങ്ങളുമായി മുന്നോട്ട് പോകുന്നത്. അത് വരും ദിവസങ്ങളിൽ രാജ്യവ്യാപകമായി ഞങ്ങൾ എല്ലാ സംസ്ഥാനങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഉജ്ജ്വലമായ റാലികൾ എല്ലാ സംസ്ഥാനങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ റാലികളിലൂടെ ബ്ലോക്കിലും നിയോജക മണ്ഡലത്തിലും ജില്ലയിലും സംസ്ഥാനത്തിലും റാലികളിലൂടെ കോൺഗ്രസ് അതിന്റെ കരുത്ത് തെളിയിച്ചുകൊണ്ട് മുന്നോട്ട് പോകും എന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഈ നാടിന്റെ കാവൽഭടന്മാരായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഉണ്ടാകും. മോഡി വന്ന് കോവളത്ത് വന്ന് പ്രസംഗിച്ചു, വിഴിഞ്ഞത്ത്. ഈ പുറമുഖം കണ്ട ചിലർക്ക് ഉറക്കം കിടുന്നു. അദാനിയും, അതായത് കേരളത്തിലൊരു മന്ത്രി അദാനിയെക്കുറിച്ച് പറഞ്ഞതും പാർട്ട്ണറായി പറഞ്ഞതും അതിനൊക്കെ കേട്ടിട്ട് അദ്ദേഹം പറഞ്ഞത്, ഈ ഒരു രംഗം കണ്ടാൽ ഇന്ത്യ മുന്നണിയുടെ ഒരു പാർട്ട്ണർ, പ്രധാനപ്പെട്ട പില്ലർ ഇരിക്കുന്നുണ്ട് ഈ വേദിയിൽ, അത് കണ്ടാല് ചിലർക്ക്, അത് ഉദ്ദേശിച്ചത് രാഹുൽ ഗാന്ധിയാണെന്ന് മാധ്യമങ്ങളെല്ലാം പറഞ്ഞു. ആയിരിക്കും. പക്ഷെ അദ്ദേഹത്തിന് ഒരേ ഉദ്ദേശമേ ഉള്ളൂ. അദ്ദേഹം വിമർശിക്കുന്ന ഒരേ ഒരാളെ ഇന്ത്യയിൽ വിമർശിക്കാറുള്ളൂ, അത് രാഹുൽ ഗാന്ധിയാണ്. അത് ഞങ്ങളുടെ ക്രെഡിറ്റുമായിട്ട് ഞങ്ങൾ കണക്കാക്കുമെന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. നിങ്ങൾ എതിർക്കുന്നത്. പക്ഷെ വരാണ്ടിരിക്കുന്ന ദിവസങ്ങളിൽ ഉറക്കമില്ലാത്ത ഉണ്ടാവാൻ വേണ്ടി പോകുന്നത് മിസ്റ്റർ മോഡി നിങ്ങൾക്കായിരിക്കും. ഞങ്ങൾ കണ്ണിലെണ്ണൊഴിച്ച് ഈ നിലപാടുകൾക്ക് വേണ്ടിയുള്ള പോരാട്ടം ഇന്ത്യ രാജ്യം നടത്തും എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നു. നമസ്കാരം. ജയ് ഹിന്ദ്.